പള്ളൂരുത്തി ശ്രീ നാരായണ സേവാ സംഘം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽപ്പൊങ്കാല സമർപ്പണം ഭക്തി നിർഭരമായി നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തുറവൂർ ഷൈൻ കൃഷ്ണ പണ്ടാര അടുപ്പിൽ തീ പകർന്നുകൊണ്ട് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പള്ളൂരുത്തി കടേഭാഗം ബിന്നി റോഡ് ശ്രീനാരായണ സേവാ സംഘം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് പാൽപ്പൊങ്കാല സമർപ്പണം നടത്തിയത്. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പൊങ്കാല ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തുറവൂർ ഷൈൻ കൃഷ്ണ പണ്ടാര അടുപ്പിൽ തീ പകർന്നുകൊണ്ട് തുടക്കം കുറിച്ചു. ലിജി പ്രദീപ്, വട്ടത്തറ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. മുഖ്യ പൊങ്കാലയ്ക്ക് ലിജി പ്രദീപ് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ഫെബ്രുവരി 11 തൈപ്പൂയ ദിനത്തിൽ വള്ളി ദേവയാനി കല്യാണ മാമാങ്കത്തോടെ സമാപിക്കും. ക്ഷേത്രം പ്രസിഡന്റ് എം ബിപിൻ മാസ്റ്റർ, സെക്രട്ടറി KS അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് MR സുഭാഷ്, ജോയിന്റ് സെക്രട്ടറി KH സുനിൽ, കൺവീനർ PR ശിവജി, ഗജാൻജി PA വിനോദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പള്ളൂരുത്തി കടേഭാഗം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് 3 ദിവസമായിട്ട് ഇവിടെ തിരുസന്നിധാനത്ത് ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്നലെ, അതായത് 9-ാം തീയതി ഞായറാഴ്ച, ഒരു ഗുരുപ്രതിഷ്ഠ നടക്കുകയുണ്ടായി. ക്ഷേത്രം നിങ്ങൾക്ക് പുറകുവശത്ത് കാണാം. ക്ഷേത്രവും ഗുരുപ്രതിഷ്ഠയും പൂർവികരായിട്ട് തുടങ്ങിവെച്ച ഒരു ശ്രീനാരായണ സേവാസംഘം പ്രസ്ഥാനമാണിത്. അപ്പോൾ ഇവിടെ ഗുരുവിന്റെ ഫോട്ടോ വെച്ചാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ഒരു ഗുരു പ്രതിമ വേണമെന്ന് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആഗ്രഹിക്കുകയും അത് നികർത്തിൽ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ശ്രീമാൻ സുനിൽ നികർത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം സംസാരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവര് ക്ഷേത്രവും ഗുരുവിനെയും നമുക്ക് തരികയുണ്ടായി. അത് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒരു നേട്ടമാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിനായിട്ട് ഒരുപിടി നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറകിൽ നിങ്ങൾക്ക് ഗുരുപൂജ അന്നദാന മണ്ഡപം 3000 സ്ക്വയർ ഫീറ്റിൽ വരികയാണ്. അതും ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട നേട്ടമാണ്. ഇന്ന് പാൽപ്പൊങ്കാല, അതായത് തിങ്കളാഴ്ച പാൽപ്പൊങ്കാലയാണ്. അനേകം ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര സന്നിധാനത്ത് പൊങ്കാലയിടുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ നാളെ ഭഗവാന്റെ തൈപ്പൂയ മഹോത്സവം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ശ്രീഭുവനേശ്വര മഹാക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 6:30 അവിടെ നിന്ന് ദേവീദേവന്മാരെ ഈ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയാണ്. കാവടിയോടും ബാലക്കാവടിയോടും വാദ്യമേളത്താലും കൂത്താലത്തോടും കൂടി ഈ ക്ഷേത്രത്തിൽ ആനയിക്കുന്നു. ഇതിന്റെ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബ്രഹ്മശ്രീ തുറവൂർ ഷൈൻ കൃഷ്ണ അവർകളും തന്ത്രി മേൽശാന്തി ശ്രീ അജേഷ് പുരോഹിതരുടെയും നേതൃത്വത്തിലാണ്. ഈ ഭരണസമിതിയുടെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ വികസനം, ഈ പ്രദേശത്തിന്റെ വികസനം വളരെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കൂടാണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ എല്ലാ വികസനവും പഴനിയിൽ നിന്നുള്ള വിഗ്രഹമാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭഗവാന്റെ കരുണാകടാക്ഷങ്ങളും ഭക്തർക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇനിയും ഞങ്ങളോടൊപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,